ബിഗ് ബോസ് സീസൺ 7 പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് സുഖമില്ലാഞ്ഞതുകൊണ്ട് പക്ഷേ ഈ ലൈവൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇന്നിപ്പോൾ അനുമോള് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നുണ്ട് ജിഷ്ണിൻ്റെ മുൻപിൽ. ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന്, നെവിൻ്റെ മുൻപിലും കരയുന്നുണ്ട്. ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ. നമ്മൾ അക്ബർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇമോഷണലി വീക്കായതുപോലെ പോകുന്നുണ്ട്. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതിൽ പോകുന്ന സമയത്ത് നല്ല ഒന്നാം തരം ഒരു ബോംബ് അവിടെ പൊട്ടിച്ചിട്ട് പോയിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ ഇതാണോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ? എത്ര മോശം ക്യാരക്ടറാണ് ഈ കുട്ടികളുടെ. അതിലേക്ക് ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പം പുറത്ത് പോയവരെല്ലാം വന്നപ്പോഴത്തേക്ക് ശൈത്യമൊക്കെ അതിലെ പോയപ്പം കരഞ്ഞ് മെഴുകുന്ന കണ്ട്. എന്ത് ഡ്രാമയാണ് എല്ലാവരും കാണിക്കുന്നത്. ഇതിനകത്ത് ആരാണ് സിൻസിയറായിട്ട് നിൽക്കുന്നത്? സത്യത്തിൽ ഇതിനകത്ത് സിൻസിയറായിട്ട് നിൽക്കുന്ന അനുമോൾ മാത്രമല്ലേ? അനീഷാണെങ്കിലും ഇവരെല്ലാം വന്നിട്ട് അനുമോളെ എടുത്തിട്ട് എന്തെല്ലാം പറഞ്ഞു, എന്തെല്ലാം ഹരാസ് ചെയ്തിട്ട് അനീഷ് അനങ്ങിയിട്ടില്ല. അനീഷിൻ്റെ സ്നേഹം ആത്മാർത്ഥമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പറയുന്നതിനെ അനീഷ് വിലയ്ക്കാനല്ലേ, കേട്ടുകൊണ്ട് നിൽക്കുകയെങ്കിലും ചെയ്യത്തില്ലായിരുന്നു. ഇത് അനീഷ് അവിടെ കേട്ടുകൊണ്ട് നിൽക്കുകയും അതിനെ വിലക്കാതിരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ സത്യത്തിൽ ഉള്ളിൽ അനുമോളെ അങ്ങനെ പറയട്ടെ, എന്നോട് ഇങ്ങനെ കാണിച്ചവളല്ലേ അങ്ങനെ പറയട്ടെ എന്നുള്ളൊരു ചിന്താഗതിയാണ്. എന്തായാലും ആദിലെ നൂറ് അതുപോലത്തെ ആയിരിക്കണം ബെസ്റ്റ് ഫ്രണ്ട്. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇവർ ഈ ബോംബ് പൊട്ടിച്ചേച്ച് പോയതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആദിലയോട് അനുമോൾ പറഞ്ഞു എന്ന് അക്ബറിനെ നെഗറ്റീവാക്കാൻ PR കൊടുക്കണമെന്ന്. എന്താ ഈ പറയുന്നത്? അനുമോൾ അങ്ങനെ PR കൊടുത്തിട്ടുമില്ല. അനുമോൾ അങ്ങനെ ആരെങ്കിലും നെഗറ്റീവാക്കാൻ PR കൊടുക്കാൻ പറഞ്ഞിട്ടുമില്ല. നമ്മളൊന്നും ഇത് ലൈവിൽ കണ്ടിട്ടില്ല. ലൈവിൽ നമ്മൾ ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഇങ്ങനെയാണ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ. ലക്ഷ്മി പറയുന്നതിനെ അടിവരെ ഇടുന്ന കുറേ രീതികളല്ലേ. ശരിക്കും പുറത്തുനിന്ന് വന്നവർക്കെന്ന് പറഞ്ഞാൽ അനുമോൾ വിന്നറാകുമെന്നുള്ളത് ഏറെക്കുറെയൊക്കെ മനസ്സിലായി. അപ്പോഴത്തേക്ക് എല്ലാത്തിൻ്റെ അസൂയയും കുശുമ്പും അതൊക്കെ എന്താ പറയേണ്ടത്, അതൊക്കെ അങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് കൂടുതലെന്നുള്ള സംശയമുള്ളൂ. അയ്യോ ഇങ്ങനെ ആവരുത്. തനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റൊരാൾക്ക് കിട്ടണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. എന്തായാലും അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം.